സുധാകരനെ അനുനയിപ്പിച്ചതിലൂടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് കരുതേണ്ടതില്ലെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കി UDF കൺവീനർ അടൂർ പ്രകാശ്. കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തന്നോട് പറഞ്ഞത് പാർട്ടി തന്നെയെന്ന് അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ കോന്നിയിൽ മത്സരിക്കാത്തതിൽ ആളുകൾക്ക് നിരാശയെന്നും അടൂർ പ്രകാശ്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു, എപ്പോഴാണ് ഈ അടൂർ പ്രകാശ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ദില്ലിയിൽ നടന്ന ചർച്ചയിൽ സുധാകരന് സീറ്റ് നൽകാൻ തീരുമാനമായി. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ തീരുമാനമില്ല, അടൂർ പ്രകാശിന് സീറ്റ് നൽകേണ്ടതില്ല. എപ്പോഴായിരുന്നു ഈ അടൂർ പ്രകാശിന്റെ പോസ്റ്റ് ഇട്ടത്? സുജു, കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സിജു, വലിയ അസംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടൂർ പ്രകാശ് കോന്നിയിലെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് പാർട്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അടൂർ പ്രകാശ് തുറന്നു പറയുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോന്നിയിൽ ഞാൻ മത്സരിക്കാത്തതിൽ നിരാശയുണ്ടെന്ന ആഴത്തിൽ മനസ്സിലാക്കുന്നു. അതായത് അടൂർ പ്രകാശിന്റെ പോസ്റ്റിൽ നിന്ന് തന്നെ അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത് കോന്നിയിൽ താൻ മത്സരിക്കാത്തതിൽ കോന്നിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയുണ്ടെന്ന് അടൂർ പ്രകാശ് തന്നെ പ്രഖ്യാപിക്കുന്നതിലുള്ള പോസ്റ്റാണ്. അതായത് കോന്നിയിൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയല്ല എന്നുള്ള കാര്യം ഹൈക്കമാൻഡിന്റെ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ അടൂർ പ്രകാശ് ആ കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നു പറയുകയാണ്. മറ്റു കുറച്ച് വൈകാരികമായി കോന്നിയുമായിട്ടുള്ള ബന്ധം UDFന് വേണ്ടി പ്രവർത്തിക്കും, പാർട്ടി വിടില്ല എന്ന തരത്തിലുള്ള ചില എഴുത്തുകളുമാണെങ്കിൽ ഇപ്പോൾ അടൂർ പ്രകാശിന്റെ പോസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പാർട്ടി തന്നെ അടൂർ പ്രകാശിനോട് മത്സരിക്കാൻ അല്ലെങ്കിൽ കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് അടൂർ പ്രകാശ് സൂചിപ്പിക്കുന്നത്. 96 മുതലുള്ള അടൂർ പ്രകാശിന്റെ കോന്നിയിലെ മത്സരിച്ചതും വിജയിച്ചുമായ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് DCC ഓഫീസിന് മുൻവശത്താണ്. DCCയുടെ ബ്ലോക്ക് കമ്മിറ്റികളുടെ യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം കോൺഗ്രസിന്റെ സാധാരണ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ DCC ഓഫീസിന്റെ മുമ്പിൽ ധാരാളം പ്രവർത്തകരൊക്കെ എത്തുന്നതാണെങ്കിൽ ഇത്തവണ കോൺഗ്രസിന്റെ DCC ഓഫീസിന് മുൻപിൽ രാവിലെ മുതൽ തന്നെ അധികം പ്രവർത്തകരോ ആളുകളോ ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ ഇനി അത് വരും മണിക്കൂറിലാണ് കണ്ടിരിക്കേണ്ടത്. ഏതായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത അതൃപ്തിയാണ് പത്തനംതിട്ടയിലുള്ളത്. കോന്നിയിൽ അടൂർ പ്രകാശിന് സീറ്റ് നിശ്ചയിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലായിരിക്കും മത്സരിക്കുക. സതീഷ് കൊച്ചുപറമ്പിന്റെ സഹോദരൻ N ശൈലജാണ് K സുധാകരന്റെ അടുത്ത അനുയായിയാണെന്നുള്ള കാര്യവും നമുക്കറിയാം. എന്തായാലും അടൂർ പ്രകാശിന്റെ കോന്നിയുടെ സീറ്റിൽ മാത്രമല്ല കോൺഗ്രസ് തർക്കമുള്ള പഴകുളം മധുവിനെ റാണിയിൽ സീറ്റ് ഉറപ്പിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയും കോൺഗ്രസിനുള്ളിൽ അവസാന വട്ടവും ചരടുവലി തുടരുകയാണ്. അത് അടൂരിൽ അബിൻ വർക്കിയെ ആറന്മുളയിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പത്തനംതിട്ടയിൽ DCC യോഗത്തിൽ ഏക അഭിപ്രായം വരികയും അബിൻ വർക്കിയെ മത്സരിപ്പിക്കുന്നതിനെതിരെയും മത്സരമോഹം പ്രകടിപ്പിച്ചുകൊണ്ട് വിജയേന്ദു ചൂടനും കോൺഗ്രസിനുള്ളിൽ ശക്തമായ ചരടുവലികൾ നടത്തിയിരുന്നു. എന്തായാലും തർക്കങ്ങൾക്കൊടുവിൽ വരുന്ന പുതിയ പേരുകളിലും തർക്കം തുടരുകയാണ്. എന്തായാലും കോന്നിയിൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനം കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം അടൂർ പ്രകാശ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുമ്പോൾ രണ്ട് സൂചനകൾ നേതൃത്വത്തിനെതിരെ നൽകുന്നു. ഒന്ന്, അടൂർ പ്രകാശിനോട് കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നെന്നും അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കണമെന്നാണ് കോന്നിയിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകുന്നുണ്ടെന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്നു. അതായത് അടൂർ പ്രകാശിനെ പോലെ ഒരു മുതിർന്ന നേതാവ് UDF കൺവീനർ താൻ മത്സരിക്കാത്തതിൽ താൻ മുൻപ് മത്സരിച്ചിരുന്ന കോന്നിയിലെ ജനപ്രതിനിധിയായി മന്ത്രിയായിരുന്ന കോന്നിയിലെ ജനങ്ങൾക്ക് നിരാശ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് മറ്റ് പ്രതിപക്ഷത്തിൻ്റെയോ മറ്റാരുടെ ആരോപണമല്ല, പകരം കോൺഗ്രസ് നേതാവായ അടൂർ പ്രകാശ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുന്നു. താൻ കോന്നിയിൽ മത്സരിക്കാത്തതിൽ കോന്നിയിലെ ജനങ്ങൾക്ക് ആഴത്തിൽ നിരാശ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ അത് യഥാർത്ഥത്തിൽ നേതൃത്വത്തിൻ്റെതായുള്ള ഒരു പ്രതികരണം തന്നെയാണ്. തൻ്റെ അസംതൃപ്തി, തൻ്റെ അതൃപ്തിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നതും തുറന്നു പറയുന്നതും. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും അടൂർ പ്രകാശിന് സീറ്റില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. ഇപ്പോൾ അടൂർ പ്രകാശ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നു. തനിക്ക് സീറ്റ് ലഭിക്കാത്തതിൽ കോന്നിക്കാർക്ക് നിരാശയുണ്ട്. ഏതായാലും പാർട്ടി പറയുന്നത് അനുസരിക്കുമെന്നാണ് UDF കൺവീനറായ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ദിവസവും ആ പാർട്ടിയിൽ, ആ മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അടൂർ പ്രകാശിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു മുന്നണിയുടെ കൺവീനറായിരിക്കുന്ന ഒരാൾ തന്നെ ആ മുന്നണിയിൽ, ആ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിടുമ്പോൾ ജനങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു മുന്നണിയെ നയിക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെയാണ് സംസ്ഥാന ഭരണം കൊണ്ടുപോവുക എന്ന ചോദ്യം വീണ്ടും കേരളത്തിലെ ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കൊല്ലത്ത് സുധാകര പക്ഷക്കാരുടെ രാജി. കൊല്ലം DCC ജനറൽ സെക്രട്ടറി